ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ജർമ്മനിയിലെ ഗോട്ടിംഗൻ എന്ന സ്ഥലത്തിലെ 100 വർഷത്തോളം പഴക്കമുള്ള ഒരു സെമിത്തേരിയിലെ കാഴ്ചകളും പിന്നെ അതിൻ്റെ ഇതിനു മുന്നേ ഉള്ള അതിൻ്റെ ചരിത്രവുമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടി അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗോട്ടിംഗൻ നഗരത്തിലെ പടിഞ്ഞാറൻ അറ്റത്താണ് ഈ സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 36 ഏക്കർ വിസ്തൃതിയിലുള്ള ഈ സ്ഥലത്ത് ഏകദേശം 60,000 ശ്മശാന സ്ഥലങ്ങളും കലവറകളും ഉണ്ട്. 1879 ഗോട്ടിംഗനിലെ ജനസംഖ്യ വർദ്ധിപ്പിച്ചു വന്നതിനാൽ ഇന്ന് ഗോട്ടിംഗൻ്റെ പ്രാന്തപ്രദേശമായ ഗ്രോണിൽ നഗരപരിധിയിൽ ഒരു പുതിയ സെമിത്തേരി സൃഷ്ടിക്കാൻ മേയർ ജോർജ് മെർക്കൽ തീരുമാനിച്ചു. 7.5 ഏക്കർ വിസ്തൃതിയിലുള്ള ആദ്യ ഭാഗം 1881 ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അൽബാനി ഫ്രൈഡ്ഹോറി എന്ന ഒരു ശ്മശാന സ്ഥലമായി മാറ്റി. നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സെമിത്തേരിയുടെ ആദ്യ വിപുലീകരണ വേളയിൽ നഗരവാസ്തുശില്പിയായ ഹെൻറിച്ച് ഗെർബറാണ് സെമിത്തേരി ചാപ്പൽ രൂപീകരിച്ചതെന്ന് പറയുന്നത്. 5 വിപുലീകരണങ്ങളിൽ ആദ്യത്തേതായിരുന്നു അത്. അതിൽ അവസാനത്തേത് 1963 1975 ഈ ടൗൺ ശ്മശാന സ്ഥലം പുതുതായി സൃഷ്ടിച്ചു പാർക്ക് ഫ്രൈഡ്ഹോർച്ച് ഗർബറിലേക്ക് മാറ്റി. അതിനുശേഷം ഗോട്ടിംഗൻ സിറ്റി സെമിത്തേരിയിൽ നിലവിലുള്ള ശ്മശാന അവകാശങ്ങൾ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഈ സ്ഥലം ഒരു പാർക്കാക്കി മാറ്റുന്നതിനെക്കുറിച്ച് നിരവധി തവണ ചർച്ചകളും നടന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ നടന്നിട്ടില്ല. സെമിത്തേരിയുടെ മധ്യഭാഗത്ത് ഏകദേശം 1000 ശവകുടീരങ്ങൾ യുദ്ധത്തിൻ്റെയും ശേഷത്തിൻ്റെയും ഇരകൾക്കായി ഒരു സ്മാരക സെമിത്തേരിയാക്കി പ്രവർത്തിക്കുന്നു. സെമിത്തേരിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പഴയതും ചെറുതുമായ ഒരു ജൂത സെമിത്തേരിയും ഉണ്ട്. 1843 മുതൽ ശ്മശാന സ്ഥലങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.